ഇവിടെ എല്ലാവരും എന്നെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞത് വെള്ളിക്കെട്ടനാണെന്നാണ്. കാരണം ദേഹത്ത് കെട്ടും വളയും പുള്ളിക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാർക്ക് വെള്ളിക്കെട്ടനാണല്ലോ. അപ്പോൾ വേണ്ടോണ്ട് വേണം മാമ്മ കണ്ടു മാമ്മ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കിഴക്കേവെള്ളാനിക്കരയാണ്. കിഴക്കേവെള്ളാനിക്കര കിണർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള വീട്ടിലാണ്. ഇവിടെ ഇപ്പോൾ സമയം എത്രയുണ്ട്? 5:30. പുലർച്ചെ ഏതാണ്ട് ഒരു 5:30 സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുക്കളയിൽ കയറി വന്നപ്പോൾ പാമ്പിനെ കണ്ടതാണ്. ഇങ്ങനെ മുളിന്ന് ഇറങ്ങി വരണാണോ കണ്ടത്? അവിടെ മുകളിൽ എയർ ഹോളുണ്ട്. അപ്പോൾ ഈ അടുക്കളയിൽ എങ്ങനെയാണ് പാമ്പ് വരണേ എന്നുള്ളത്, ഇങ്ങനെ അടച്ചുറപ്പുള്ളൊരു അടുക്കളയിൽ എങ്ങനെയാണ് പാമ്പ് വരണേ എന്നുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ അവർ ലൈവായിട്ട് കണ്ടു. എയർ ഹോൾ വഴി നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരുന്നതാണ് അവർ കണ്ടത്. ഇപ്പോൾ നേരെ ഈ ഒരു ഗ്രില്ലിൻ്റെ കുറച്ച് ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഹൈഡ് ഔട്ട് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് ഒന്ന് ഓട്ടത്തിൽ തോന്നിയപ്പോൾ എന്തോ വയറ്റിലെന്തോ ഭക്ഷണമുണ്ട്. എലിയാണെന്ന് തോന്നുന്നു. എലിനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കാട്ടുപാമ്പാണ്. ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പറയുന്ന നമ്മുടെ ചേരയുടെ കുടുംബത്തിൽ പെട്ടിട്ടുള്ള വിഷമില്ലാത്ത ഒരു പാമ്പാണ്. ഇവിടെ എല്ലാവരും എന്നെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞത് വെള്ളിക്കെട്ടനാണെന്നാണ്. കാരണം ദേഹത്ത് കെട്ടും വളയും പുള്ളിക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാർക്ക് വെള്ളിക്കെട്ടനാണല്ലോ. അപ്പോൾ സംഭവം ബാക്കിൽ ഹൈഡ് ഔട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ചെടിച്ചട്ടിയുടെ പുറകിലിരിക്കുന്നുണ്ട്. തല അവിടേക്ക് വെളിച്ചം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് റെസ്ക്യൂയിലേക്ക് ഇറങ്ങാം. അതിന് കടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടെന്ന് ഒന്നും അങ്ങോട്ട് കടന്നില്ല മാത്രം. ആ ഗ്രില്ല് പറഞ്ഞേ. വേണ്ടോണ്ട് വേണം മാമ്മ കണ്ടു പറ്റും. മാമ്മ വേറെ ബാഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല. ഇത് മണ്ണിര. അപ്പോൾ നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. സംഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ്, ഒരു ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. അത് അത്യാവശ്യം നല്ല വലിയ, നമ്മൾ രാജവെമ്പാലിനും പെരുമ്പാമ്പിനൊക്കെ ആക്കുന്ന ബാഗായിരുന്നു. സംഭവം അത്ര വലിയ ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. സംഭവം അത്യാവശ്യം വലിപ്പമുള്ള കാട്ടുപാമ്പായിരുന്നു.
അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടുപാമ്പ് അല്ലെങ്കിൽ മൂർഖൻ, ചേര ഇതൊക്കെ അടുക്കളയുടെ ഭാഗത്തേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം വേറെ ഒന്നുമല്ല, എലികൾ വരുന്നുണ്ടാവും. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഇതിനായിട്ട് എലികൾ വരുന്നുണ്ടാവും. അപ്പോൾ എലീനെ ഫോളോ ചെയ്തിട്ട് വരുന്നതാണ്. ഇത് വന്നത് നേരെ ഗ്രില്ലൊക്കെ കറക്റ്റും നെറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ഈ ഇതിലൂടെ കിടക്കാനുള്ള ഗ്യാപ്പില്ല. പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. പക്ഷെ ഇത് വന്നത് നേരെ എയർ ഹോൾ വഴി അവിടെ നിൽക്കുന്നൊന്നും മരത്തുമോടെ കണക്ട് ചെയ്തിട്ട് എയർ ഹോൾ വഴി വന്നതായിരിക്കും. അപ്പം എന്തായാലും ചെറിയ വീഡിയോ ആണ്. വൈൻഡപ്പ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു, സൈനിങ് ഓഫ്.